മനുഷ്യർക്ക് അസാധ്യമാത് ദൈവത്തിന് സാധ്യമാണെന്ന ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും അവിടുത്തെ കൃപകളാൽ നമ്മളെ നിറയ്ക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യട്ടെ. ഈ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഇന്ന് നമ്മെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ മേഖലകളെയും അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക മേഖലകളായിരിക്കാം, പഠനങ്ങളായിരിക്കാം, ജോലി തടസ്സങ്ങളായിരിക്കാം, വിവാഹ തടസ്സങ്ങളായിരിക്കാം, മക്കളെ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളായിരിക്കാം, കുടുംബത്തിൽ നാം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പലതും ഞങ്ങൾക്ക് അസാധ്യമാണ്, നിനക്കൊന്നും അസാധ്യമല്ലെന്ന ബോധ്യത്തിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.